യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായം. യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായം 27-28 വാക്യങ്ങൾ. യോഹന്നാൻ 12:27-28. ഇപ്പോൾ ഇവിടെ കർത്താവിൻ്റെ ഒരു പ്രാർത്ഥനയാണ് നമ്മൾ വായിച്ചു കേട്ടത്. കർത്താവ് ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്: പിതാവേ, ഈ നാഴികയിൽ നിന്ന് എന്നെ രക്ഷിക്കണമെങ്കിലും ഇതു നിമിത്തം ഞാൻ ഈ നാഴികയിലേക്ക് വന്നിരിക്കുന്നു. പിതാവേ, നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തും എന്ന് ഒരു ശബ്ദം ഉണ്ടായി. നമ്മൾ ഈ വായിക്കുന്ന വേദഭാഗം കർത്താവിൻ്റെ ഒരു പ്രാർത്ഥനയാണ്. കർത്താവിൻ്റെ പ്രാർത്ഥനകൾ വിവിധ പശ്ചാത്തലങ്ങളിലാണ് കർത്താവ് പ്രാർത്ഥിച്ചിട്ടുള്ളത്. കർത്താവ് പ്രാർത്ഥിച്ച ഓരോ പ്രാർത്ഥനകളിലും നമുക്ക് ചിന്തിക്കാനും പഠിക്കാനും നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ ബലപ്പെടുത്താനും കുറേ കാര്യങ്ങളുണ്ട്. അതാണ് ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചിന്തിക്കുന്നത്. ഇവിടെ കർത്താവ് പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥനയ്ക്ക് ഒരു പശ്ചാത്തലമാണ്. പ്രത്യേകിച്ച് ഈ പ്രാർത്ഥന ഈ നാഴിക എന്നുള്ളൊരു വിഷയത്തെക്കുറിച്ചാണ്. കർത്താവ് ഈ യോഹന്നാൻ്റെ സുവിശേഷം മുഴുവനും പല സന്ദർഭങ്ങളിലും ഈ നാഴികയെക്കുറിച്ചുള്ളൊരു ടീച്ചിങ് നമുക്ക് കാണാൻ പറ്റും. പ്രത്യേകിച്ച് കർത്താവിൻ്റെ നാഴിക, അതായത് ദൈവം പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ സമയം. പ്രത്യേകിച്ച് നാഴിക വന്നിട്ടില്ല, നാഴിക വരുന്നു, ഈ നാഴികയിലേക്ക് ഞാൻ വന്നിരിക്കുന്നു, നാഴിക വരുമ്പോൾ മഹത്വപ്പെടുന്നു എന്നൊക്കെയുള്ള കുറേ ഭാഗങ്ങൾ നമ്മൾ വായിക്കുന്നത് കർത്താവിൻ്റെ മരണ പുനരുത്ഥാനത്തെ സംബന്ധിച്ച് ഒത്തിരി സൂചന തരുന്ന ഒരു കാര്യമാണ്. ഇവിടെയും അത് തന്നെയാണ് നമ്മൾ വായിക്കുന്നത്. 13-ാം അധ്യായം എന്നൊക്കെ പറയുന്നത് ഇനി അങ്ങോട്ട് അന്ത്യത്താഴവും കർത്താവ് ഒറ്റുകൊടുക്കപ്പെടുന്നതും തുടർന്ന് കർത്താവിൻ്റെ ക്രൂശീകരണവുമാണ്. ആ ക്രൂശീകരണത്തിലേക്ക് കർത്താവ് നടന്നെടുക്കുന്ന പശ്ചാത്തലമാണ് 12-ാം അധ്യായം. അപ്പോൾ കർത്താവ് യെരൂശലേമിലേക്കുള്ള യാത്രയിൽ ക്രൂശീകരണത്തിലേക്കുള്ള ചുവടുവയ്പിൽ തൊട്ടു മുൻപ് അവിടെ സംഭവിക്കുന്നത്, കർത്താവെ, ഈ നാഴിക കഴിയുമെങ്കിൽ മാറിപ്പോകണം, പക്ഷേ ഇത് നിമിത്തം ഈ നാഴിക വന്നിരിക്കുന്നു, ഈ നാഴികയിലും അങ്ങ് മഹത്വം കൊടുക്കണം. ഇതാണ് പ്രാർത്ഥന. അതായത് ക്രൂശീകരണത്തിന്റെ നാഴിക മാനുഷികമായിട്ട് സഹിക്കാവുന്നതിനും അപ്പുറമാണ്. ഇപ്പം ഗതസമന തോട്ടത്തിൽ കർത്താവ് പ്രാർത്ഥിച്ചു, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് മാറിപ്പോകണം, പക്ഷേ അതല്ല, അങ്ങയുടെ ഇഷ്ടം നിറവേറിയാൽ മതി. അതായത് മാനുഷികമായിട്ട് എനിക്കിത് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമാണെന്ന് എനിക്കറിയാം, എന്നാലും അങ്ങയുടെ ഇഷ്ടം എന്ന് നിറവേറിയാൽ മതി. ഈ ഒരു സമീപനമാണ് ഈ പ്രാർത്ഥനയും നിലനിൽച്ചു നിൽക്കുന്നത്. അപ്പൊ നമ്മുടെ പ്രാർത്ഥനകളും ഈ പ്രാർത്ഥനയും തമ്മിലുള്ള പ്രധാന വ്യത്യാസം ഒരു സമീപനത്തിലെ വ്യത്യാസം. നമ്മുടെ പ്രാർത്ഥനകളൊക്കെ, കർത്താവേ, എനിക്ക് ഇന്നിന്ന ഉയർച്ചകൾ നൽകണമേ, എനിക്ക് ഇന്നിന്ന കാര്യങ്ങൾ സാധിപ്പിച്ചു നൽകണമേ, എൻ്റെ ബുദ്ധിമുട്ടുകൾ ഇന്നിന്ന രീതികൾ കർത്താവ് എടുത്തു മാറ്റണമേ, അല്ലെങ്കിൽ എനിക്കൊരു ബുദ്ധിമുട്ടും വരല്ലേ, എൻ്റെ മക്കൾക്കൊരു ബുദ്ധിമുട്ടും വരല്ലേ. ഇങ്ങനെയാണ് നമ്മുടെ പ്രാർത്ഥനകൾ പൊതുവെ പോകുന്നത്. പക്ഷെ ക്രിസ്തു നമ്മുടെ മുമ്പിൽ കാണിച്ചു തരുന്ന ക്രിസ്തുവിന്റെ പ്രാർത്ഥനയിൽ ഈ നാഴിക കഴിയുമെങ്കിൽ മാറിപ്പോകണം, പക്ഷേ ഇതു നിമിത്തം ഞാൻ ഈ നാഴികയിലേക്ക് വന്നിരിക്കുന്നു, ഈ നാഴികയിലും അങ്ങ് മഹത്വപ്പെടുക്കണം. അപ്പൊ അതിന്റെ സമീപനം ഇതാണ്: കർത്താവിന്റെ മുൻപാകെ ചെല്ലുമ്പോൾ, കർത്താവിന്റെ മഹത്വത്തിന്റെ മുൻപിൽ നമ്മളെ കാണുമ്പോൾ, കർത്താവിന്റെ പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മുടെ ജീവിതത്തെ മുഴുവനും വിലയിരുത്തുമ്പോൾ നാം ഏറ്റുപറയുന്ന ഒരു കാര്യമുണ്ട്: എൻ്റെ കർത്താവിൻ്റെ ഇഷ്ടം മാത്രമേ എൻ്റെ ജീവിതത്തിൽ നടക്കുന്നുള്ളൂ. പ്രാർത്ഥന പോലും, കർത്താവേ, അങ്ങയുടെ ഇഷ്ടം എന്നെ നിറവേറി കാണണമേ, എന്നിലൂടെ അങ്ങ് മഹത്വം കൊടുക്കണമേ, അങ്ങയുടെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ നടക്കുന്നത് കാണുമ്പോൾ അങ്ങ് മഹത്വം എടുക്കുന്നത് ആണ് എൻ്റെ ആഗ്രഹം. ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാൻ പറ്റി എങ്ങനെയിരിക്കും? ദൈവസ്ഥനെ ചെന്നിരുന്നുകൊണ്ട്, കർത്താവേ, എൻ്റെ ഈ രോഗം അത് മാറണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, പക്ഷെ അങ്ങയുടെ ഇഷ്ടമാണ് എന്നെ നിറവേറേണ്ടത്. കർത്താവേ, ഇങ്ങനെ ഒരു രോഗം എൻ്റെ ജീവിതത്തിൽ വന്നതും അങ്ങയുടെ ഒരു പദ്ധതിയുടെ ഭാഗമാണ്, ആകയാൽ ഈ വിഷയത്തിൽ അങ്ങ് മഹത്വം എടുക്കണമെന്ന് പറഞ്ഞ് എങ്ങനെ ഇരിക്കും?
നമ്മൾ ഒറ്റപ്പെടുന്ന സന്ദർഭത്തിൽ ആരും നമുക്ക് കൂട്ടില്ലെന്ന് വിചാരിക്കുമ്പോൾ നമ്മളെല്ലാവരും അകറ്റി നിർത്തുന്ന അങ്ങനത്തെ ഒരു ദുഃഖാന്തരീക്ഷത്തിന്റെ നടുവിൽ പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പം, ദൈവമേ അങ്ങയെ സേവിക്കാൻ ഇറങ്ങിത്തിരിച്ചിട്ട് എനിക്ക് ഗതികേട് വന്നല്ലോ എന്ന് പ്രാർത്ഥിക്കുന്ന ആളെ കുറിച്ച് സ്വർഗം എത്ര ദുഃഖിക്കും. അതിനുവേണ്ടി കർത്താവേ, ഇപ്പൊ ഞാൻ കടന്നു പോകുന്ന ഈ ഒറ്റപ്പെടലും എന്നെ എല്ലാവരും തള്ളിക്കളയുന്ന ഈ വേദനയും എനിക്ക് സഹിക്കാവുന്നതല്ല, എനിക്ക് സഹിക്കാൻ പറ്റുന്നതിന് അപ്പുറമാണ്. പക്ഷേ ദൈവത്തിന്റെ ഒരു പദ്ധതി കാരണം ഈ മൊമെന്റിലേക്ക് ഞാൻ വന്നിരിക്കുകയാണ്. ഞാൻ കടന്നു പോകുന്ന ഈ നിമിഷങ്ങൾ ഉൾപ്പെടെ എന്റെ ദൈവം കൃത്യമായി പദ്ധതി തയ്യാറാക്കിയതാണ്. ആകയാൽ ഈ നിമിഷത്തിൽ എന്റെ ജീവിതത്തിൽ അങ്ങ് മഹത്വം കൊടുക്കണമേ. എങ്ങനെയുള്ള ഒരു പ്രാർത്ഥനയാണത്? ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ ഒരു സീക്രട്ട്, ഒരു താക്കോല് നമുക്കവിടെ കാണാൻ സാധിക്കുകയാണ്. എന്താണ് ആ താക്കോൽ എന്ന് വെച്ചാൽ, നമ്മുടെ പ്രാർത്ഥനകളിൽ സ്ഥിരമായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടിയ ഒരു കാര്യം, ഏത് വിഷയവുമായിട്ടാണോ ദൈവസ്ഥലിരിക്കുന്നത് ആ വിഷയത്തെ ചൊല്ലി, ദൈവമേ ഇതിൽ അങ്ങ് മഹത്വം എടുക്കണമേ. അപ്പൊ നമുക്കവിടെ മനസ്സിലാക്കാൻ അല്പം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമുണ്ട്. എങ്ങനെയാണ് ക്രൂശിലൂടെ ദൈവം മഹത്വം എടുക്കുന്നത്? ക്രൂശാണ് മുന്നിൽ കാണുന്നത്, ക്രൂശിലേക്കാണ് നടന്നെടുക്കുന്നത്. ക്രൂശിന്റെ നാഴിക കഴിയുമെങ്കിൽ മാറിപ്പോകണമേ. പക്ഷെ അത് മാറിപ്പോകാൻ പറ്റത്തില്ല. അങ്ങനെ ഇഷ്ടമെന്ന് നിറവേറുകയും അങ്ങ് മഹത്വം എടുക്കുകയും ചെയ്യണമേ. അതിന്റെ ഒരു രഹസ്യം എങ്ങനെ എന്ന് ചോദിച്ചാൽ, കർത്താവ് തന്നെ ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഉപമയിലൂടെ സൂചിപ്പിച്ചു. തൊട്ടു മേളത്തെ വാക്യത്തിൽ 23, 24 വാക്യങ്ങൾ. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വന്നിരിക്കുന്നു. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, കോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയായിരിക്കും, ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും. തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും, ഇഹലോകത്തിൽ തൻ്റെ ജീവനെ പകയ്ക്കുന്നവനായി നിത്യജീവനായി സൂക്ഷിക്കും. അത് കർത്താവിൻ്റെ പ്രാർത്ഥനയുമായിട്ട് ബന്ധിപ്പിച്ച് പഠിച്ചാൽ ഈ പ്രാർത്ഥനയിലെ താക്കോൽ എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. കർത്താവ് പറയുകയാണ്, മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വന്നിരിക്കുന്നു. ശരിക്കും എന്തിനുള്ള നാഴിക വന്നിരിക്കുന്നത് ചോദിച്ചാൽ, ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് കർത്താവ് റോമൻ ഗവൺമെന്റ് കയ്യിൽ ഏൽപ്പിക്കപ്പെടുന്നു, ചെയ്യാത്ത തെറ്റുകളെ മുഴുവനും കള്ളസാക്ഷികൾ പറയുന്നു, കർത്താവ് ഒരു വാക്ക് തിരിച്ചു മിണ്ടാതിരിക്കുമ്പോൾ ന്യായാധിപനെ രക്ഷിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. സ്വയം ശിക്ഷാവിധി കേൾപ്പിക്കപ്പെടുന്നു, കർത്താവിന്റെ പുറം അടിച്ച് ഉഴവചാലുകൾ പോലെ കീറുന്നു, ക്രൂശിൽ ചുമന്നുകൊണ്ട് ഒരു ക്രിമിനൽ പോകുന്ന പോലെ പോകേണ്ട വരുന്നു, ക്രൂശിൽ തറയ്ക്കപ്പെടുന്നു. ഇതൊക്കെയാണ് മുന്നിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നത്. ഇതിനെയാണ് കർത്താവ് തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക എന്ന് പറഞ്ഞത്. വിയർപ്പിനെ സൂചിപ്പിച്ച് എന്ന് ചിന്തിച്ചാൽ ഇച്ചിരിയുടെ ഈസിയുണ്ട്. പക്ഷെ ഇത് മരണത്തെ സൂചിപ്പിക്കുകയും ക്രൂശിനെ സൂചിപ്പിക്കുകയും ചെയ്തുകൊണ്ടാണ് കർത്താവ് ഇത് സംസാരിക്കുന്നത്. എന്നിട്ടാണ് കർത്താവ് പറയുന്നത്, ഒരു കോതമ്പ് മണി എങ്ങനെയാണ് തേജസ്കരിക്കപ്പെടുന്നത്, ഒരു കോതമ്പ് മണി എങ്ങനെയാണ് ഗുണമുള്ളതായി തീരുന്നത്. ഒരു കോതമ്പ് മണിയെ നമ്മുടെ നാവിലേക്ക് ഇടുകയോ നമ്മുടെ വായിലേക്ക് ഇട്ട് തിന്നുകയോ ചെയ്താൽ അതൊന്നും ആവുന്നില്ല. അതിൻ്റെതായൊരു റിസൾട്ട് ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ അത് സിഗ്നിഫിക്കന്റ് റിസൾട്ട് ആവുന്നില്ല. ഏത് വിശന്നിരിക്കുന്ന ഒരു പക്ഷിയുടെ മുമ്പിലും ഒരു കോതമ്പണി കൊടുത്താൽ അതിനൊന്നും ആവില്ല, അത് പിന്നെയും തപ്പിക്കൊണ്ടിരിക്കും. പക്ഷേ ഈ കോതമ്പ് മണി എത്ര നാള് വേണമെങ്കിലും ആ അറയിൽ സൂക്ഷിച്ചു വയ്ക്കാം. പഴയ കാലത്ത് അറയുള്ള വീടുകളുണ്ട്. നമ്മുടെയും ചില അനിബ്രദന്റെ വീട്ടിൽ അറയുണ്ട്. അപ്പൊ അവിടെ ധാന്യങ്ങൾ സൂക്ഷിച്ചു വയ്ക്കുന്ന സ്ഥലമാണ് ഈ അറ എന്ന് പറയുന്നത്. അതിനകത്തേക്ക് മോയ്സ്ചർ കയറില്ല. അതിന്റെ ചുറ്റും നല്ല തിക്കായിട്ടുള്ള തടിയാണ്. അപ്പൊ അതിനകത്ത് മോയ്സ്ചറേ കയറില്ലാത്തത് കൊണ്ടാണ് ധാന്യങ്ങൾ എത്ര നാൾ വേണമെങ്കിലും അവിടെ സൂക്ഷിച്ചു വയ്ക്കാൻ സാധിക്കുന്നത്. അതിനകത്തേക്ക് തണുപ്പ് കയറാത്തിടത്തോളം കാലം ആ ചൂട് കൊണ്ട്, ആ ചണച്ചാക്കിന്റെ ചൂട് കൊണ്ട് ആ കോതമ്പ് മണി, ആ നെൽമണി എത്ര വർഷങ്ങൾ വേണമെങ്കിലും നന്നായിട്ട് അവിടെ ഇരുന്നു പോകും. ഒരു ദിവസം കർഷകൻ അതിനെ എടുത്തുകൊണ്ട് മഴയുള്ള ഒരു ദിവസത്തിൽ, തണുപ്പുള്ള ഒരു പ്രഭാതത്തിൽ
ചേറ് നിറഞ്ഞിരിക്കുന്ന ഒരു കണ്ടത്തിലേക്ക് പോയി അതിനെ വലിച്ചെറിയുകയാണ്. അപ്പൊ ഗോതമ്പോട് ചോദിക്കുക, എന്റെ കംഫർട്ട് സോണിൽ നിന്ന് എന്തിനെന്നെ പറിച്ചെടുത്തു? ഞാൻ ദീർഘനാളുകൾ അവിടെ സുഖമായിരുന്നോണ്ടേനെ എന്ത് വൈരാഗ്യം കൊണ്ടാണ് എന്നെ എടുത്തത്? 2, എന്നോട് ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ലേ എന്നെ വലിച്ചെറിയുന്നത്? അതും എന്നെ വലിച്ചെറിയുന്നത് ചേറ്റുകുഴിയിലേക്ക്, ചേറ് നിറഞ്ഞിരിക്കുന്ന സ്ഥലത്തേക്ക്. അപ്പൊ ഗോതമ്പോണി അവിടെ കിടന്ന് ചിന്തിക്കുക, എന്റെ ജീവിതം ഇവിടെ തീരുകയാണ്, എന്നെ ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്നു, എന്നെ വലിച്ചെറിഞ്ഞിരിക്കുന്നു. ഈ നിലവിളി കേൾക്കാൻ ആ കർഷകന് കാതുണ്ടായിരുന്നെങ്കിൽ കർഷകൻ പറയും, നീ കരയല്ലേ, നീ വിഷമിക്കല്ലേ, നല്ലതിനാ. അപ്പൊ ഗോതമ്പോണി ചോദിക്കുക, എന്ത് നല്ലതിനാന്നാ പറയുന്നത്? ആ അറയിൽ നല്ല ചൂട് കൊണ്ടിരുന്ന എന്നെയല്ലേ നിങ്ങൾ എവിടെ പറിച്ചെടുത്തത്? എന്റെ കൂട്ടുകാരുടെ നടുവിൽ നിന്ന് എന്നെ പറിച്ചെടുത്തില്ലേ? എന്നിട്ട് ഒരു ദയം കൂടാതെ എന്നെ വലിച്ചെറിഞ്ഞില്ലേ? അത് നീ ചെളിയിലേക്കല്ലേ എറിഞ്ഞതെന്നും പറഞ്ഞുകൊണ്ട് അവിടെ കിടന്ന് കരയുമ്പോ കർഷകൻ പറയും, നമുക്ക് നാളെ രാവിലെ കാണാം, ഇന്ന് രാത്രി നിന്നിൽ ഒരു അത്ഭുതം സംഭവിക്കും. അപ്പൊ ഗോതമ്പോണി, എന്തോ അത്ഭുതം സംഭവിക്കാനാ? ഞാൻ ചത്തുപോകും, ഇവിടെ വെച്ച് ഞാൻ ഇല്ലാതാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോ രാത്രിയുടെ യാമങ്ങൾ ഓരോന്നോരോന്നായി മുന്നോട്ട് പോയപ്പോ ഈ ഗോതമ്പോണിക്ക് ഒരു കാര്യം മനസ്സിലായി. തന്റെ ശരീരത്തിലേക്ക് തണുപ്പ് കയറിയിട്ട്, ഈ മോയ്സ്ചർ കയറിയിട്ട്, ഈ വെള്ളമെല്ലാം കയറിയിട്ട് വളരെ ദ്രുതഗതിയിൽ, വളരെ വേഗത്തിൽ തന്റെ അകത്തെന്തോ സംഭവിക്കുന്നു. എന്താണിത്? എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ ഏർലി മോർണിംഗ് ആയപ്പോഴേക്കും, ആ പ്രഭാതമായപ്പോഴേക്കും തന്റെ അകത്ത് ഒരു കതിര് അല്ലെങ്കിൽ ഒരു കിളിർത്ത് വരികയാണ്, ഒരു മുള പൊട്ടിപ്പുറപ്പെടുക. പിറ്റേ ദിവസം കർഷകൻ വന്ന് പറഞ്ഞു, ഇപ്പൊ മനസ്സിലായോ നിനക്ക്? നീ ജീവൻ പ്രാപിക്കാൻ വേണ്ടിയായിരുന്നു നിന്നെ വലിച്ചെറിഞ്ഞത്. ഇത് വളർന്നു വന്നപ്പോ ഗോതമ്പോണിക്ക് ഒരു കാര്യം മനസ്സിലായി, എല്ലാത്തിന്റെ അവസാനം എന്ന് വിചാരിച്ചത് അവസാനമല്ല, ഒരു പുതിയ തുടക്കമാണ്. ജീവിതത്തിൽ ചില പുതിയ തുടക്കങ്ങളാണ് കർത്താവിന്റെ നാഴിക. ചില ക്രൂശ് നീ വഹിക്കുന്നത് ദൈവത്തിലെ ഒരു പുതിയ തുടക്കത്തിന് വേണ്ടിയാണെങ്കിലോ, ചില കണ്ണുനീർ തുള്ളികൾ ഒരു പുതിയ തുടക്കത്തിന് വേണ്ടിയാണെങ്കിലോ, പൊട്ടി പുറപ്പെടുന്ന ചില മുളകളെ കാണുവാനാണെങ്കിലോ, ചില പ്രത്യേക സാഹചര്യങ്ങൾ നിനക്ക് ഇഷ്ടമില്ലാത്ത നാഴികയിലൂടെ നീ പോകേണ്ടി വരുന്നത്, ഇത് പകൽക്കാലം നമ്മുടെ പ്രാർത്ഥന ഇതാകട്ടെ. കർത്താവേ, എനിക്ക് മനസ്സിലാകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, ചില നാഴികയിലൂടെ ദൈവം എന്നെ കടത്തി വിടുന്നത് ദൈവം മഹത്വം എടുക്കാനാണ്. ഈ നാഴിക മാറിപ്പോകണമെന്നാണ് എന്റെ ആഗ്രഹം. പക്ഷെ ഈ നാഴിക ഇല്ലെങ്കിൽ മഹത്വം ഉണ്ടാവുകയില്ല. ഈ നാഴികയിലൂടെയാണ് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുന്നത്. ഈ വരും നാളുകൾ മുഴുവനും ഓർത്തു ദൈവത്തെ സ്തുതിക്കത്തക്കവണ്ണമുള്ള ദൈവപ്രവൃത്തിയുടെ ഒരു പുതിയ തുടക്കം ഉണ്ടാകുന്ന ഈ നാഴികയിൽ നിന്നാണ്. കഷ്ടതയാകുന്ന, വേദനയാകുന്ന, ക്രൂശാകുന്ന, ചാട്ടവാറ് കൊണ്ട് അടിക്കപ്പെടുന്ന, ഒറ്റപ്പെടുന്ന, കള്ളസാക്ഷി പറയുന്ന, വിധിക്കപ്പെടുന്ന നാഴിക മുഴുവനും മഹത്വത്തിന്. കർത്താവിന്റെ പ്രാർത്ഥന സൂചിപ്പിക്കുന്ന ആത്മീക താക്കോൽ ഇങ്ങനെയാണ്: ഒരു ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ തനിയായിരിക്കും. അത് ചത്തുവെങ്കിലോ അത് വളരെ വിളവുണ്ടാക്കും. ആമേൻ, സ്തോത്രം. ക്രൂശ് എന്നുള്ളത് മഹത്വമായിട്ട് കർത്താവ് വെളിപ്പെടുത്തുകയാണ്. തൻ്റെ ജീവിതത്തിലൂടെ കർത്താവ് അത് കാണിച്ചു കൊടുക്കുകയാണ്. ആമേൻ, സ്തോത്രം. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മളും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ വിത്ത്, ഈ ഗോതമ്പ് മണി എന്ന ഉപമ, ഈ വിത്ത് ഇനി അങ്ങോട്ട് ഇതിൻ്റെ പേര് മാറി. ഈ നാഴിക എന്നുള്ളത് ഇതിന് രൂപമാറ്റം ഉണ്ടാക്കി, അതിൻ്റെ അസ്തിത്വത്തിന് മാറ്റമുണ്ടാക്കി, അതല്ലാതായി മാറി. നോക്കുക, ക്രൂശ് നമ്മുടെ ജീവിതത്തിൽ ചെയ്തത് ഇതാണ്. സന്തോഷമെന്ന് നമ്മൾ കരുതി വെച്ച ലോകത്തിന്റെ ഇമ്പങ്ങൾ, നമ്മൾ പാടിയ പാട്ട് പോലെ, വേണ്ടായി ലോക ഇമ്പം പ്രിയനേ നീ മതി, വേണ്ടായി ലോക ഇമ്പം പ്രിയനേ നീ മതി, എന്നും വാഴ്ത്തി പാടും ഞാൻ. ലോകത്തിലേക ആശ്രയം ഇങ്ങനെ പറഞ്ഞൊരു നിമിഷം ഉണ്ടായിരുന്നു. ക്രൂശ് നമ്മുടെ ജീവിതത്തെ സ്പർശിച്ച നിമിഷം.
ലോകത്തിന്റെ സന്തോഷങ്ങളാണ് സന്തോഷമെന്ന് വിചാരിച്ച്, ലോകത്തിന്റെ ഇമ്പങ്ങളാണ് വലുതെന്ന് വിചാരിച്ച് ചില ആളുകളെ സംബന്ധിച്ച് മദ്യപാനവും സൗഹൃദങ്ങളും സിനിമാ കാഴ്ചയും പാപങ്ങളും അതുപോലെ ബന്ധങ്ങളിലൂടെ കിട്ടുന്ന ആസ്വാദനങ്ങളും അധാർമികതയും ഇതാണ് സന്തോഷമെന്ന് വിചാരിച്ച് അതിൽ ഇഴുകി അവൻ മുന്നോട്ട് പോയ ചില ആളുകൾ അവസാനം അത് മുഴുവനും വ്യർത്ഥമാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവർ ആ ക്രൂശിന്റെ ചുവട്ടിലേക്ക് വന്നപ്പോൾ ഈ ക്രൂശ് അവരോട് സംസാരിക്കാൻ തുടങ്ങി. നിന്റെ ജീവിതത്തിന് അർത്ഥമുണ്ടാകും. ആദ്യം നീ മാറണം. നിന്റെ അസ്തിത്വത്തിന് മാറ്റം ഉണ്ടാകണം. നീയല്ലാതായി മാറണം. നീ ചാകണം. ഒരു പുതിയ പുറപ്പെടണം. അതാണ് ദൈവത്തിന്റെ മഹത്വത്തിന്റെ സ്റ്റാർട്ടിങ്. ആ വ്യക്തിയുടെ കണ്ണിലേക്ക് ആ പ്രകാശം അടിച്ചപ്പോ, ആ വ്യക്തിയുടെ ഹൃദയത്തിലേക്ക് ക്രൂശിന്റെ സന്ദേശം നിറഞ്ഞപ്പോ, ആ വ്യക്തി ക്രൂശിനോട് തിരിച്ചു പറഞ്ഞു, അതേ കർത്താവേ, നിരർത്ഥകമായ ജീവിതത്തിന്റെ ആസ്വാദനങ്ങളുടെ നടുവിൽ കുഴഞ്ഞ ചേറിൽ മുങ്ങിത്താഴുന്നത് പോലത്തെ അവസ്ഥയുടെ നടുവില് വെള്ളത്തിൽ മുങ്ങിത്താണ പത്രോസിനെ പോലെ താണുകൊണ്ടിരുന്നപ്പോ ഈ ക്രൂശ് പറയുന്ന വാക്കുകൾ ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് മുന്നിലേക്ക് നോക്കി പറയാനുള്ളത് വിശ്വാസത്തിന്റെ വാക്കുകൾ മാത്രമാണ്. ഈ ക്രൂശിനോട് പ്രതികരിച്ചിട്ട് പറഞ്ഞു, ഇതാ ഞാൻ ഉപേക്ഷിക്കാൻ തയ്യാറാകുന്നു. ഇന്നുവരെ എന്റെ സ്വന്തമെന്ന് കരുതിയ എന്റെ ഐഡന്റിറ്റി ഞാനല്ലാതായി മാറാൻ ഞാൻ സമർപ്പിക്കുന്നു. ഇതുവരെ ഉണ്ടായിരുന്ന സൗഹൃദങ്ങളും ഇതുവരെ ഉണ്ടായിരുന്ന ചില ആസ്വാദനങ്ങളും ഇതുവരെ എന്നെ ഞാനെന്ന് ഡിഫൈൻ ചെയ്ത എന്റെ പശ്ചാത്തലങ്ങൾ ഉൾപ്പെടെ ഇതാ ഞാനല്ലാതായി മാറുവാൻ സമർപ്പിക്കുന്നു. ആ പോയിന്റിൽ ക്രൂശിന്റെ സ്നേഹം നമ്മളിലേക്ക് ഇറങ്ങി വന്നു. ആ ക്രൂശിന്റെ സ്നേഹം നമ്മളെ നിറച്ചു. അവിടെ തൊട്ട് നമ്മളല്ലാതായി മാറി. ഈ കാര്യമാണ് ഒരു വിത്തല്ലാതായി മാറുന്ന അവസ്ഥ. ഇനി ഈ വിത്തിന്റെ പേര് വിത്തെന്നല്ല, ചെടി എന്നാണ്. ഇതൊരു പ്രത്യാശയുടെ സിംബലായിട്ട് മാറി. ഇത് വളർന്നു വരുന്നത് കണ്ടാൽ മനസ്സിനെന്തോ കുളിർമയാണെന്നറിയാമോ? ഇതുവരെ കാണുന്നവർക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നിയിട്ടില്ല. അറയ്ക്കകത്തിരുന്ന വിത്തിനെ ആര് കാണാൻ? സ്തോത്രം. അറയ്ക്കകത്തിരിക്കുന്ന വിത്ത് സൂചിപ്പിക്കുന്നത് ഒരാശങ്കയാണ്. ചിലപ്പോഴൊക്കെ അറയ്ക്കകത്ത് എപ്പോഴാണ് നമ്മൾ ധാന്യം സൂക്ഷിക്കുന്നത്? ആ ധാന്യമില്ലാതിരിക്കുന്ന സമയത്ത് എടുക്കാൻ വേണ്ടിയാണ്. അപ്പൊ സൂക്ഷിച്ചു വെക്കുന്നതിന്റെ ആശയം എന്താ? ഇല്ലായ്മയിൽ എടുക്കാൻ വേണ്ടി. അപ്പൊ ഇല്ലായ്മ വരുമെന്നുള്ളത് കൊണ്ടല്ലേ സൂക്ഷിച്ചു വെക്കുന്നതിന് ചോദ്യം. അല്ലെങ്കിൽ പോലും അറയ്ക്കകത്തിരിക്കുന്ന വിത്തിനെ കണ്ട എന്തിനുള്ള ഒരു വിത്തിന് 10-25 വിത്തിന് ഇല്ലെങ്കിൽ ആയിരക്കണക്കിന് വിത്തുകൾ ഒരുമിച്ച് അതിനകത്തിരിക്കുമ്പോൾ എന്തോ കുളിർമയുണ്ട്, പ്രത്യേകിച്ചൊന്നും. പക്ഷെ അത് ഇങ്ങനെ വിതയ്ക്കപ്പെട്ട ഞാറ് അതിങ്ങനെ നല്ല പച്ചപ്പായിട്ട് നിൽക്കുന്ന ആ കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ടോ? അതിലേക്ക് രാവിലത്തെ ചെറിയ കാറ്റൊക്കെ അടിക്കുമ്പോൾ എന്ത് രസം! അതിനെ കണ്ടാൽ തന്നെ ദുഃഖം മാറും. അത് മാത്രമല്ല, ഇത് വളർന്ന് കുറെ കഴിയുമ്പോണ്ടല്ലോ ഇതിൽ നിന്ന് കതിര് പൊട്ടി പുറപ്പെടാൻ തുടങ്ങും. അതിനകത്തുനിന്ന് 100 കണക്കിന് ഈ വിത്തുകൾ ഉത്പാദിപ്പിക്കപ്പെട്ട് ഇങ്ങനെ നിറഞ്ഞ കതിർമണി വളഞ്ഞിങ്ങനെ നിൽക്കുന്ന ഒരു കാഴ്ച അതെത്ര സന്തോഷമാണ്, അതെത്ര ഉത്സാഹം തരുന്നതാണ്, അതെത്ര പ്രതീക്ഷ നൽകുന്നതാണ്. അവൻ ചിലപ്പോഴൊക്കെ നമ്മുടെ ഇല്ലായ്മയും നമ്മളല്ലാതായതും നമ്മുടെ അവൻ സ്വയത്തിലുള്ള ആശ്രയം തകർക്കപ്പെട്ടതും ഇതൊക്കെ കാരണമാണ് അനവധി ആളുകളുടെ മുമ്പിൽ ക്രിസ്തുവിന് വേണ്ടി ശക്തമായിട്ട് നിൽക്കാൻ നമ്മളായിട്ട് ഇന്ന് മാറിയതിന്റെ സാഹചര്യം. ഒരു കാരാഗ്രഹം ഉണ്ടായിരുന്നത് കൊണ്ടാണ് ജോസഫായത്. ഒരു ഹോരേബ് ഉണ്ടായിരുന്നത് കൊണ്ടാണ് മോശയായത്. ജീവൻ നഷ്ടപ്പെടുമ്പോൾ അത് ലഭിക്കുന്നു. കർത്താവ് പറഞ്ഞു, ആരെങ്കിലും ജീവനെ സ്നേഹിക്കുന്നുവെങ്കിൽ അതിനെ കളയും. ഇഹലോകത്തിൽ തന്റെ ജീവനെ പകയ്ക്കുന്നുവെങ്കിൽ അതിനെ നിത്യജീവനായി സൂക്ഷിക്കും. ഒരു മെഴുകുതിരിയുടെ സ്റ്റോറി കേട്ടിട്ടില്ലേ? മെഴുകുതിരി ഇങ്ങനെ കത്തി. അപ്പൊ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ മെഴുകുതിരിയുടെ ഉടമസ്ഥൻ ഈ മെഴുകുതിരി എടുത്ത് കത്തിക്കൊണ്ടിരിക്കുന്ന മെഴുകുതിരിയെ ഒരു പ്രതലത്തിലേക്ക് അദ്ദേഹം ഇതിനെ ഒഴിക്കുകയാണ്. ആ മെഴുകുതിരി പെട്ടെന്ന് ഇല്ലാതായി മാറുകയാണ്. അപ്പൊ അതിന്റെ അടുത്തിരുന്ന മറ്റ് എക്യുപ്മെന്റ്സിനോട് ഈ മെഴുകുതിരി പറയുക, എത്ര പെട്ടെന്നാണ് ഞാൻ ഇല്ലാതാകുന്നത്.
എൻ്റെ ഒരു ദുരവസ്ഥ എത്ര പെട്ടെന്നാണ് ഞാൻ ഉരുകിപ്പോകുന്നത്. ഇങ്ങനെ പറഞ്ഞിരുന്നപ്പോൾ പാതി ഉരുകിയ ആ വീണ് കിടക്കുന്ന മെഴുകിലേക്ക് ആ മനുഷ്യൻ രാജാവിന്റെ മുദ്ര അങ്ങോട്ട് പതിപ്പിച്ചു. അതങ്ങ് എടുത്തു കഴിഞ്ഞപ്പോൾ ഈ മെഴുക് മുദ്ര വഹിക്കുന്ന മെഴുകായിട്ട് മാറി. സീല് ആയിട്ട് ഈ മെഴുക് അങ്ങോട്ട് രൂപാന്തരപ്പെട്ടതുപോലെ നമ്മളതല്ലാതായിട്ട് മാറുന്നത് ക്രിസ്തുവിന്റെ പ്രതിരൂപമായിട്ട് നമ്മെ മാറ്റാൻ, നമ്മുടെ സെൽഫ് ഉടഞ്ഞു പോകുന്നത്, നമ്മുടെ സ്വയം തകർന്നു പോകുന്നത് ക്രിസ്തു നമ്മളിൽ ജീവിക്കാന്, ക്രിസ്തു നമ്മളിൽ ഉൽപാദിതമാകാന്, ക്രിസ്തു നമ്മളിൽ കാണപ്പെടുവാന്, ആ തേജസ് നമ്മളിൽ പ്രതിബിംബിപ്പിക്കാനാണ്. ഇങ്ങനൊരു വാക്യമുണ്ട്, മൂടുപടങ്ങൾ മാറിയ മുഖത്ത് ക്രിസ്തുവിന്റെ തേജസ്സിനെ പ്രതിബിംബിപ്പിക്കുന്നവനായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് നാം രൂപാന്തരപ്പെടണമെന്നൊരു വാക്യമുണ്ട്. ക്രിസ്തുവിന്റെ പ്രകാശം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ക്രിസ്തുവിന്റെ പ്രകാശം പ്രതീക്ഷയാണ്. ക്രിസ്തുവിന്റെ പ്രകാശം ദൈവത്തിന്റെ തേജസ്സാണ്. ക്രിസ്തുവിന്റെ പ്രകാശം ദൈവത്തിന്റെ മഹത്വമാണ്. പക്ഷെ ഇത് നമ്മുടെ മുഖത്ത് തട്ടി പ്രതിഫലിപ്പിക്കണമെന്നത് തടസ്സം നിൽക്കുന്ന ഒരു മുഖംമൂടി, ഒരു വെയില്, ഒരു മറ. പൗലോസ് പറയുകയാണ്, ഇതങ്ങോട്ട് മാറണം, ഈ മുഖംമൂടി മാറണം, ഈ മറവ് ഇല്ലാതാകണം. സ്തോത്രം. കർത്താവിന്റെ തേജസ് നമ്മുടെ മുഖത്ത് തട്ടിയാൽ കാണുന്നവർക്ക് മുഴുവനും നമ്മുടെ മുഖത്ത് നിന്ന് കർത്താവിന്റെ തേജസ്സിനെ കാണാൻ പറ്റുന്ന ഒരു അവസ്ഥയുണ്ട്. അതായത് ക്രിസ്തുവിന്റെ തേജസ് നമ്മുടെ തേജസ്സായി മാറുന്ന അവസ്ഥ. നമ്മുടെ അരികിൽ വരുന്നവർ ക്രിസ്തുവിന്റെ അരികിൽ വരുന്നത് പോലത്തെ അവസ്ഥ. അതിനുവേണ്ടിയാണ് കർത്താവ് പറയുന്നത്, ഈ മഹത്വപ്പെടല് അതിന്റെ നാഴിക ഇപ്പോൾ വന്നിരിക്കുന്നു. കർത്താവിന്റെ പ്രാർത്ഥന, ഈ നാഴികയിലേക്ക് ഞാൻ വന്നിരിക്കുന്നു. ഈ നാഴിക മഹത്വത്തിന്റെ നാഴികയാണ്. ഈ നാഴിക മാറാൻ അത് കഷ്ടതയുടെ താഴ്വരയായതുകൊണ്ട് ആഗ്രഹമുണ്ടെങ്കിലും അങ്ങയുടെ ഇഷ്ടമെന്ന് നിറവേറിയാൽ മതി, എന്നിലൂടെ അങ്ങ് മഹത്വപ്പെട്ടാൽ മതി. ഈ പ്രാർത്ഥന കഴിഞ്ഞ സെക്കൻഡിൽ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം, 29-ാമത്തെ വാക്യം, 28-ാമത്തെ വാക്യം, പിതാവേ നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ, അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തുമെന്നോ എന്നൊരു ശബ്ദം ഉണ്ടായി. അത് കേട്ടിട്ട് അരികെ നിൽക്കുന്ന പുരുഷാരം ഇടിയുണ്ടായി എന്ന് പറഞ്ഞു. മറ്റു ചിലർ ഒരു ദൈവദൂതൻ അവനോട് സംസാരിച്ചു എന്ന് പറഞ്ഞു. അതിന് യേശു, ഈ ശബ്ദം എൻ്റെ നിമിത്തമല്ല, നിങ്ങളുടെ നിമിത്തം അത്രേ ഉണ്ടായത്. സ്തോത്രം. ആ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാൻ വർഷങ്ങളും ആഴ്ചകളും മാസങ്ങളും ഒന്നും വേണ്ടി വന്നില്ല. ആ പ്രാർത്ഥന പറഞ്ഞു തീർന്നു. സ്വർഗത്തിൽ നിന്ന് ആ പ്രാർത്ഥനയുടെ മറുപടിയുടെ ശബ്ദവും കേട്ടു. ഇങ്ങനെയാണ് ചില പ്രാർത്ഥനകൾ. ഇതിന് നമുക്ക് ഇങ്ങനെ വിളിക്കാം, ദൈവഹിത പ്രകാരമുള്ള പ്രാർത്ഥന, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ വിളിക്കാം, ദൈവഹിതത്തിന്റെ കൊതിയാകുന്ന പ്രാർത്ഥന, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ വിളിക്കാം, എന്റെ ജീവിതം ക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രതിഫലനമാകുവാൻ, എന്നിൽ ദൈവം മഹത്വപ്പെടുവാൻ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. ഒരു ദിവസം രാവിലെ നമ്മൾ എഴുന്നേറ്റിട്ട്, എനിക്കിന്ന് അത് തരണമേ, എനിക്കിത് തരണമേ, ഇന്നെനിക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകല്ലേ, എന്റെ കാര്യങ്ങളെല്ലാം ഇന്ന് നടക്കണമേ എന്ന പ്രാർത്ഥനയൊന്ന് മാറ്റിവെച്ചേച്ച്. ചിലപ്പോൾ കാര്യങ്ങളൊന്നും നടക്കത്തില്ല, അത് കർത്താവിനും അറിയാം, പ്രാർത്ഥിക്കും നമുക്കും അറിയാം. പിന്നെ നമ്മളങ്ങ് പ്രാർത്ഥിക്കും, നമ്മളങ്ങ് മാറ്റി വെച്ചേച്ച് ഒരു ദിവസം രാവിലെ പ്രാർത്ഥിക്കുന്നു വിചാരിച്ചേ, ദൈവമേ ഇന്നേ ദിവസം അങ്ങയുടെ ഹിതം ഓരോ നിമിഷങ്ങളിലും എന്നിൽ നിറവേറേണ്ടത് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞാൻ എത്ര വലിയ ത്യാഗവും അങ്ങേക്ക് വേണ്ടി എടുക്കുവാൻ മനസ്സുള്ളയാളായിരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്നെന്റെ വാക്കുകളിലൂടെ അങ്ങയുടെ നാമം മഹത്വമെടുക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ എന്റെ ജീവിതത്തിൽ ഉണ്ടായേക്കാവുന്ന സകല വേദനകളിലും എല്ലാ ക്രൂശിന്റെ അനുഭവങ്ങളിലും അങ്ങയുടെ മഹത്വം ഞാനും കാണണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അടുത്ത് നിൽക്കുന്ന കർത്താവിന്റെ മനസ്സ് നിറയുക.
നമുക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ കാണാൻ കർത്താവ് നമ്മളെ ചേർത്ത് വിളിച്ചിട്ട് പറയും, ഇങ്ങനെ ഒരു പ്രാർത്ഥന നിന്നിൽ നിന്ന് കേൾക്കാൻ എത്ര നാളായി ഞാൻ കാത്തിരിക്കാന്നറിയാമോ? അല്ലെ, നമ്മളൊക്കെ ചില വാക്കുകളൊക്കെ പറയുമ്പോൾ, ഒരു അധ്യാപകന് മുമ്പിൽ ചില വാക്കുകൾ ഒരു സ്റ്റുഡന്റ് പറയുമ്പോൾ അധ്യാപകൻ അടുത്തേക്ക് വന്നിട്ട് ഇങ്ങനെ ഒന്ന് കേൾക്കാൻ എത്ര വർഷങ്ങളായിട്ട് എന്റെ അധ്യാപന ജീവിതത്തിൽ ഞാൻ കൊതിക്കുന്നതാണെന്ന് അറിയാമോ എന്നൊക്കെ പറയുന്നൊരു ഹൃദയം നിറഞ്ഞ് സന്തോഷിക്കുന്ന ഒരു അനുഭവമില്ലേ? ദൈവത്തിലെ ചില പ്രാർത്ഥനയുടെ മുൻപിൽ വർഷങ്ങളും മാസങ്ങളും വെയിറ്റ് ചെയ്യേണ്ടി വരില്ല. ഇത്തരത്തിൽ കർത്താവ് പ്രാർത്ഥിച്ചതുപോലത്തെ പ്രാർത്ഥനയുടെ മുൻപിൽ പ്രാർത്ഥന കഴിയുന്ന ഉടൻ തന്നെ സ്വർഗത്തിൽ നിന്ന് ശബ്ദം ഉണ്ടാകും. ചിലർക്ക് അത് ഇടിമുഴങ്ങുന്നതാണെന്ന് തോന്നും, ചിലർ ദൂതൻ സംസാരിച്ചാന്ന് പറയും. പക്ഷെ ഇതുപോലെ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവപൈതലിന് മാത്രമുള്ള ഒരു അവകാശമാണ് ഓരോ സെക്കൻഡിലും ദൈവശബ്ദം കേട്ടുകൊണ്ടേയിരിക്കും. സത്യം പറഞ്ഞ ഈ കർത്താവിന്റെ പ്രാർത്ഥനയൊക്കെ പഠിക്കുമ്പോൾ എന്തൊരു ഭാഗ്യമാണ്. നമുക്കും ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് നമ്മൾ കൊതിക്കണം, ആഗ്രഹിക്കണം. അപ്പൊ ക്രൂശിനെ കുറിച്ചും ക്രൂശ് മഹത്വമാണെന്നതിനെ കുറിച്ചും അങ്ങയുടെ ഇഷ്ടം നടന്നാൽ മതി എന്നതിനെ കുറിച്ചും ഇതു നിമിത്തം ഞാൻ ഈ നാഴികയിലേക്ക് വന്നിരിക്കുന്നൊക്കെ ഈ പ്രാർത്ഥനയിൽ വരുന്നതിന്റെ കാര്യം എന്താണ്? അതിന്റെ കാരണമാണ് നമ്മൾ പറഞ്ഞ താക്കോല്, കോതമ്പ് മണിയുടെ ഉദാഹരണം. അത് നിലത്ത് വീണ് ചത്തില്ലാതാകുമ്പോ ഒരു പുതിയ അവസ്ഥയാകുന്നത് പോലെയാണ് എന്റെ ജീവിതത്തിലെ മഹത്വപ്പെടുത്തുന്ന നാഴിക എന്ന് വിളിക്കപ്പെടുന്ന കഷ്ടതയുടെ നിമിഷങ്ങൾ എന്ന് ആ താക്കോല്. പക്ഷേ ഏത് പശ്ചാത്തലത്തിലാണ് ഇത് മുഴുവൻ ഉണ്ടായതെന്നും കൂടെ നോക്കിയാൽ അതിന് ഇച്ചിരി കൂടെ വ്യക്തത നമുക്ക് കിട്ടും. അതിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ഈ പാസേജ് ആരംഭിക്കുന്ന ഭാഗമാണ്. അതായത് 20 മുതലുള്ള വാക്യങ്ങളാണ്. പെരുന്നാളിന് നമസ്കരിപ്പാൻ വന്നവരിൽ ചില യവനന്മാരുണ്ടായിരുന്നു, ഗ്രീക്കുകാർ. അവർ ഗലീലയിലെ ബെത്സയിദക്കാരനായ ഫിലിപ്പോസിന്റെ അടുക്കൽ ചെന്ന് അവനോട്, യജമാനെ, ഞങ്ങൾക്ക് യേശുവിനെ കാണാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞു. അപേക്ഷിച്ചു. ഫിലിപ്പോസ് എന്ന് അന്ത്രയോസിനോട് പറഞ്ഞു. അന്ത്രയോസും ഫിലിപ്പോസും കൂടെ ചെന്ന് യേശുവിനോട് പറഞ്ഞു. യേശു അവരുടെ ഉത്തരം പറഞ്ഞത്, മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വന്നിരിക്കുന്നു. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട്. അപ്പൊ ഈ പ്രാർത്ഥനയും അതിനോടനുബന്ധിച്ച് കർത്താവ് പറഞ്ഞ വാക്കുകളും ആ പ്രാർത്ഥനയെ മനസ്സിലാക്കാൻ തന്ന താക്കോലും ഇതെല്ലാം ഒരു മറുപടിയുടെ ഭാഗമാണ്. എന്ത് മറുപടിയാണെന്ന് ചോദിച്ചാൽ, ഇവിടെ കർത്താവ് നോക്കിയപ്പോൾ ചില ആളുകൾ കർത്താവിനെ അന്വേഷിക്കാൻ വേണ്ടി വന്നിരിക്കുക, യഹൂദന്മാരല്ല. കർത്താവ് നസ്രയത്തിൽ വളർന്ന് കർത്താവ് യഹൂദന്മാരില് ടീച്ചിങ് കൊടുത്ത് യഹൂദന്മാരെ ഒക്കെ മശിഹായെ ഉൾക്കൊള്ളാൻ വേണ്ടിയുള്ള ഉൾക്കാഴ്ച കൊടുത്ത് അവർ മുഖാന്തരം ലോകത്തിലേക്ക് ഈ സുവിശേഷം പരക്കണമെന്നൊക്കെയുള്ള ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. എന്നാൽ നമുക്കറിയാം, ശരിക്കും കർത്താവ് വന്നത് ജാതികളെ തേടിയാണ്. അതായത് കർത്താവ് ഒരു ജനതയെ തെരഞ്ഞെടുത്തു. യഹൂദന്മാരെന്ന ഒരു ജനതയെ, ജൂവിഷ് പീപ്പിൾ, ഇസ്രായേൽ എന്നൊരു രാഷ്ട്രത്തെ ദൈവം തെരഞ്ഞെടുത്തത് അവർക്ക് വേണ്ടിയല്ല. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, എന്നെ അത്ഭുതപ്പെടുത്തുന്ന കാര്യമായതുകൊണ്ട് പലപ്പോഴും പറയുന്നത്, ഈ യഹൂദന്മാരെന്നൊരു വംശം ജീവിതത്തിൽ നേരിട്ടിട്ടുള്ള കഷ്ടത പോലെ കഷ്ടപ്പെട്ട ഒരു ലോകത്തിൽ വേറെ ഒരു ജനതയില്ല. ലോകത്തിൽ ഏത് വർഗ്ഗമൊക്കെ എടുത്തോ, യഹൂദന്മാർ കഷ്ടപ്പെട്ടതുപോലെ കഷ്ടപ്പെട്ടിട്ടില്ല. അവരുടെ മനസ്സിൽ മായാത്ത മുറിവാണ്. ഇപ്പം നരേന്ദ്രമോദി കഴിഞ്ഞ ആഴ്ചയിൽ അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞതാണ്, ഞങ്ങൾ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും അടിമകളായതുപോലെ ചിതറിപ്പോയതാണ്. ഞങ്ങൾ ലോകത്തിലേക്ക് ചിഹ്ന ഭിന്നമായി പോയപ്പോൾ എല്ലാ രാജ്യങ്ങളിലും ഞങ്ങൾ പീഡനങ്ങൾ നേരിട്ടിട്ടുണ്ട്. ജർമ്മൻകാരൊക്കെ ഗ്യാസ് ചേമ്പർ ഉണ്ടാക്കി ഞങ്ങളെ അതിനകത്തോട്ടാക്കി വിഷവാറ് കൊടുത്ത് ഞങ്ങളെ വലിയ കിടങ്ങുണ്ടാക്കി അതിനകത്തേക്ക് തള്ളിയിട്ട് മൂടിയിട്ടുണ്ട്. മറ്റ് പല രാജ്യങ്ങളും അങ്ങനെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇന്ത്യ ഒരിക്കലും ഞങ്ങൾ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ലെന്ന്. അപ്പൊ അവരുടെ മനസ്സിലുള്ള വേദനയാണ് അവരാ പറയുന്നത്. ഒരു ജാതി എന്നുള്ള വിധത്തിൽ ഇതുപോലെ കഷ്ടപ്പെട്ട് വേറെ എന്തിനാണെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം, ഈ ജാതി ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ
ദൈവത്തോട് അവരെ അടുപ്പിക്കേണ്ടതിന് ദൈവം അവരെ കഷ്ടതയിൽ ഏൽപ്പിച്ചു. പഴയ നിയമം തൊട്ട് നമ്മൾ കാണുന്നുണ്ട്. അവർ പിന്നെ ദൈവത്തോട് നിലവിളിച്ചു. അപ്പൊ ദൈവം അവരെ പുനഃസ്ഥാപിച്ചു. വീണ്ടും അവർ പിന്മാറ്റത്തിലേക്ക് പോയി. ദൈവം അവരെ ശത്രുവിന്റെ കയ്യിൽ ഏൽപ്പിച്ചു. ദൈവം അവരെ വീണ്ടും പുനഃസ്ഥാപിച്ചു. ഇപ്പൊ ദൈവം അവരെ പുനഃസ്ഥാപിച്ചിരിക്കുക. ഇപ്പൊ യഹൂദനെ പുനഃസ്ഥാപനത്തിന്റെ നല്ല ലെവലിലേക്ക് ദൈവം കൊണ്ടുവന്നിരിക്കുകയാണ്. ഇപ്പൊ അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി വലിയ കഷ്ടത ഇനി കിടക്കുന്നേ ഉള്ളൂ. കർത്താവിന്റെ കാഹളം ധ്വനിക്കും. ദൈവസഭ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടും. യഹൂദന് വേണ്ടി യഹൂദന്റെ രക്ഷകരെന്ന് അഭിനയിച്ചുകൊണ്ട് ഒരു മശിഹായായിട്ട് അവരെ അംഗീകരിപ്പിക്കാൻ വേണ്ടി വിശ്വസിപ്പിച്ചുകൊണ്ട് എതിർ ക്രിസ്തു എന്നൊരു വ്യക്തി വരും. അതാണ് മശിഹ എന്ന് വിചാരിച്ച് അവരെല്ലാം എതിർ ക്രിസ്തുവിനെ മശിഹായായിട്ട് സ്വീകരിക്കും. അതിനുശേഷം 3.5 വർഷം കഴിയുമ്പോൾ അവരോടുള്ള നിയമം ലംഘിച്ച് യഹൂദന്മാരെ കണ്ടമാനം ഉപദ്രവിക്കുന്ന ലെവലിലേക്ക് മഹാപീഡന കാലത്തിലേക്ക് പോകും. 3.5 വർഷക്കാലം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഉപദ്രവങ്ങൾ യഹൂദന്മാർ ഇനിയും നേരിടേണ്ടി വരും. അതിന്റെ ഒടുവിൽ അവർ നിലവിളിക്കും, ഉദ്യമങ്ങളിലേക്ക് നോക്കും. അവർ യഥാർത്ഥ മശിഹായുടെ വരവിന് വേണ്ടി അവരെല്ലാം നിലവിളിക്കുമ്പോൾ കർത്താവും തന്റെ വിശുദ്ധന്മാരും ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരും. അന്ന് കർത്താവിന്റെ കാൽ ഒരു മലയിൽ ചവിട്ടും. അത് 2ആയി പിളരും. വലിയൊരു താഴ്വര ഉണ്ടാകും. എതിർ ക്രിസ്തുവും തന്റെ സൈന്യവും വരും. കർത്താവ് തന്റെ വായിലെ ശ്വാസത്താൽ അവരെ ഇല്ലാതാക്കും. അതിനുശേഷം കർത്താവും തന്റെ സഭയും ഈ ഭൂമിയെ ഭരിക്കും. 1-2 വർഷമല്ല, 1000 വർഷങ്ങൾ അവർ ഈ ഭൂമിയെ ഭരിക്കും. അതിനുശേഷമാണ് അന്ത്യന്യായവിധിയും പുതിയ ആകാശവും പുതിയ ഭൂമിയും. അപ്പൊ ഇതെല്ലാം സംഭവിക്കേണ്ടുന്നതാണ്. ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു പുതിയ നിയമ ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടുന്ന നാം സ്വന്തം മക്കളാക്കി നമ്മളെ സ്നേഹിക്കത്തക്കവണ്ണം ഇസ്രായേലിന് പോലും കൊടുക്കാത്ത മഹാഭാഗ്യം നമുക്ക് തരിക എന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു. പക്ഷെ ആ പദ്ധതി നടക്കണമെങ്കിൽ കോതമ്പ് മണി നിലത്ത് വീണ് ചാകണം. ആ പദ്ധതി നിവർത്തീകരിക്കപ്പെടണമെങ്കിൽ ഒരു ക്രൂശ് ഉയർത്തപ്പെടണം. 2000 വർഷങ്ങൾക്ക് മുൻപ് ആ ക്രൂശ് ഉയർത്തപ്പെട്ടു. ആകാശത്തിനും ഭൂമിക്കും മധ്യേ 2 കള്ളന്മാരുടെ നടുവിൽ കരങ്ങളിലും കാലുകളിലും ആണി അടിച്ചു കയറ്റപ്പെട്ടവനായി നമ്മുടെ കർത്താവ് തന്റെ ജീവനെ ത്യജിച്ചു. ആ ക്രൂശ് ഉയർത്തപ്പെട്ടപ്പോൾ ഞാനോ ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കുമെന്ന് പറഞ്ഞതുപോലെ ഈ വന്നിരിക്കുന്ന യവനായന്മാർ, ഈ ഫിലിപ്പോസ് മുഖാന്തരം റെക്കമെൻഡ് ചെയ്ത് വന്നിരിക്കുന്ന ഈ ഗ്രീക്കുകാർ, ഇവരെ ദൈവമക്കളാക്കുക എന്ന ദൈവത്തിന്റെ പദ്ധതി നടക്കണമെങ്കിൽ കർത്താവ് ക്രൂശിൽ ഉയർത്തപ്പെടണം. അതാ കർത്താവിടെ പറയുന്നത്. ഈ നാഴിക കർത്താവിന്റെ മനസ്സിനെ നിറയ്ക്കുന്നു. അതായത് വചനവുമായിട്ട് ഒരു ബന്ധമില്ലാത്തവർ, ദൈവത്തിന്റെ ജനമെന്ന് വിളിക്കപ്പെടാൻ അർഹതയില്ലാത്തവർ, അവര് വലിയ ആത്മദാഹത്തോടെ വന്ന് നിൽക്കുക. ഞങ്ങളുടെ നാട്ടിലേക്കൊന്ന് വരണം, ഈ വചനം ഞങ്ങൾക്കൊന്ന് കേൾക്കണം, ക്രിസ്തുവിനെ ഞങ്ങൾക്ക് വേണം. അത് പറഞ്ഞു. ഇത് നടക്കും. ഗ്രീക്കുകാർ മാത്രമല്ല, ആഫ്രിക്കക്കാർ മാത്രമല്ല, ഏഷ്യക്കാർ മാത്രമല്ല, അറബികൾ മാത്രമല്ല, മംഗോളിയൻസ് മാത്രമല്ല, സകല വർഗങ്ങളും ക്രിസ്തുവിനെ അറിയും. പക്ഷേ ഒരു നാഴികയിലേക്ക് ഞാൻ അടുത്ത് വന്നിരിക്കുക. ആ നാഴിക പെട്ടെന്ന് നടക്കാൻ പോവുക. ഇവരുടെ ആഗ്രഹത്തിനും ഇവരുടെ അപേക്ഷയ്ക്കും അധിക താമസമില്ലാതെ മറുപടി സംഭവിക്കാൻ പോവുക. പിതാവേ, എനിക്കറിയാം ഇത് ഭയങ്കര വേദനയാണെന്ന്, എങ്കിലും അങ്ങയുടെ ഇഷ്ടത്തിനായി സമർപ്പിക്കുകയും അങ്ങയുടെ പദ്ധതിക്കായി വിധേയപ്പെടുത്തുകയും അങ്ങയുടെ മഹത്വം എന്നിലൂടെ കാണുകയും ചെയ്യണമേ. അപ്പൊ ഇവിടെ ഏറ്റവും നീളിച്ചു നിൽക്കുന്ന ഒരു കാര്യം ആത്മീക ദാഹം. ഈ പ്രാർത്ഥനയുടെ പശ്ചാത്തലം ആത്മീക ദാഹം. അപ്പൊ ഞാനിതിനെ ഒന്ന് കണക്ട് ചെയ്ത് പറയാം. രാവിലെ എഴുന്നേറ്റ് അല്ലെങ്കിൽ ദൈവസേന വന്നിരുന്ന് എൻ്റെ കാര്യം നടക്കണമേ, എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകല്ലേ, എനിക്ക് നന്മകൾ നിറയണമേ എന്നുള്ള പ്രാർത്ഥന അല്ലാതെ
ഞാൻ അനുഭവിക്കുന്ന വേദനയിൽ അങ്ങേക്ക് മഹത്വം ഉണ്ടാകുമെന്ന് എനിക്കറിയാം. അങ്ങയിൽ നിന്ന് വിട്ടുപിരിയാതിരിക്കാനുള്ള കൃപ എനിക്ക് തരണമേ. ഓരോ നാഴികയും എന്നിൽ ദൈവം മഹത്വപ്പെടുന്നതാകണമേ. ക്രൂശിന്റെ നിമിഷങ്ങൾ മഹത്വത്തിന്റെ നിമിഷങ്ങൾ എന്ന തിരിച്ചറിവും ഞാൻ ഇല്ലാതാകുന്ന അവസ്ഥയും ഇതൊരു തിരിച്ചറിവായിട്ടും പ്രാർത്ഥനയായിട്ടും മാറുന്നത് എപ്പോൾ? അകത്തൊരു അന്വേഷണവും ദാഹവും ഉണ്ടാകുമ്പോൾ. എന്തിനു വേണ്ടിയുള്ള ദാഹം ഉണ്ടാകുമ്പോൾ? യഹൂദന്മാരുമായിട്ടൊരു കച്ചവടം തുടങ്ങാനുള്ള ദാഹമല്ല, അവിടുന്ന് ചില ആളുകളെ വിവാഹാലോചന നടത്താനുള്ള ദാഹമല്ല, അവിടെ ഇവർക്കൊരു സ്ഥാനമാനം കിട്ടുമോ എന്നുള്ള ദാഹമല്ല, ഇവിടെ ഒരു 10 സെന്റ് സ്ഥലം ഈ ജൂബിഷ് ഭൂമിയിൽ ഞങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുമോ എന്നുള്ള കൊതിയല്ല. ഈ ഗ്രീക്കുകാർ വന്ന് അവരാഗ്രഹിക്കുന്നതും കൊതിക്കുന്നതും ആത്മാവിന്റെ ദാഹമാണ്. അവിടെ നിന്നാണ് ഇങ്ങനെയുള്ള ഒരു പ്രാർത്ഥന പുറപ്പെടുന്നത്. അവരെന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ആത്മാവിനുള്ള ദാഹമാണ് ഇതിന്റെ മുഴുവനും ബാക്ക്ഗ്രൗണ്ടായിട്ട് വർക്ക് ചെയ്യുന്നത്. അവൻ കോതമ്പോടെ നിലത്തു വീണ് ചാകുക എന്ന താക്കോൽ ഉൽപാദിപ്പിക്കപ്പെടുന്ന അവൻ വയൽ എന്ന് പറയുന്നത് ആത്മദാഹത്തിന്റെ വയലാണ്. ഇവരന്വേഷിച്ചതുപോലെ നമുക്ക് ഒരു അന്വേഷണം എന്താണെന്നറിയാമോ? എൻ്റെ കഷ്ടതയിൽ ഞാൻ എൻ്റെ ദൈവത്തോട് നിലവിളിച്ചു. എൻ്റെ വേദനയിൽ എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞാൻ ചെന്നു. കർത്താവ് പറഞ്ഞതെല്ലാം എൻ്റെ കഷ്ടതയെ ഇതുവരെ കാണുന്നതിന് വ്യത്യസ്തമായി കാണാൻ എന്നെ സഹായിച്ചു. വേദന വരുന്ന ഒരു കുഞ്ഞ് ആദ്യം വിളിക്കുന്നത് തൻ്റെ അമ്മയെയാണ്. വേദന വന്നാൽ ആദ്യം ഒരു കുഞ്ഞിന് വേണ്ടിയത് ആ കുഞ്ഞിന്റെ അമ്മയാണ്. ആ കുഞ്ഞിന്റെ അമ്മ വന്ന് ആദ്യം ആ കുഞ്ഞിനോട് പറയുന്നത്, എത്ര വലിയ വേദനയാണെങ്കിലും അമ്മ പറയും സാരമില്ല. ആ സാരമില്ല എന്ന് പറയുന്ന വാക്കാണ് ആ കുഞ്ഞിനെ ബലപ്പെടുത്തുന്നതും സമാധാനിപ്പിക്കുന്നതും സാന്ത്വനിപ്പിക്കുന്നതും. നമുക്ക് വേദന വരുമ്പോ നമുക്ക് വിളിക്കാനുള്ള ഏക നാമം എൻ്റെ യേശുവേ, എൻ്റെ കർത്താവേ എന്ന് വിളിക്കുമ്പോ എൻ്റെ കർത്താവ് അരികിൽ വന്ന് എന്നെ ചേർത്ത് വിളിച്ചിട്ട് സാരമില്ല, ഇതിന്റെ അപ്പുറത്തൊരു മഹത്വം ഞാൻ വെച്ചിട്ടുണ്ടെന്ന് പറയുമ്പോ നമ്മൾ തിരിച്ചു പറയും, അങ്ങ് മഹത്വം എടുത്താൽ മതി. ഈ നാഴിക മാറിപ്പോകണമെന്ന് എനിക്ക് കൊതിയുണ്ടെങ്കിലും ഇത് മാറിയില്ലേ എനിക്ക് പ്രശ്നമില്ല. അങ്ങയുടെ നാമത്തിന്റെ മഹത്വം ഉണ്ടായാൽ മതി. ആകയാൽ ഇത് പകൽക്കാലം ഈ വചനത്തിന് മുമ്പാകെ നമ്മളെ തന്നെ വിധേയപ്പെടുത്തും. കർത്താവിന്റെ പ്രാർത്ഥന നമ്മളെ ഓർപ്പിക്കുന്ന ഈ ആത്മീക സത്യത്തിന് മുമ്പിൽ നമ്മെ തന്നെ ദൈവസന്നിധിയിൽ